ആന ഇറങ്ങുന്ന സ്ഥലമാണ്, അതാണ് നമ്മൾ വിശേഷിക്കുന്നത്. ആന ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് ശ്രദ്ധയോടെ ഓടിക്കുക. ഇത് കണ്ടപ്പോൾ ഒന്ന് നിർത്തണമെന്ന് തോന്നി. അപ്പോൾ എല്ലാവരും ഇത് കാണിക്കുക. മൂന്നാർ ഗ്യാപ്പ് റോഡില്ല നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ മൂന്നാറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പൂപ്പാറയായിരുന്നു സ്റ്റേ എടുത്തിരുന്നത്. സ്റ്റേ 600 രൂപ. അപ്പോൾ ആ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ശരി എന്നാൽ ഓരോരുത്തരൊക്കെ വരുന്നതുണ്ട്. ഇപ്പോൾ ഏലക്കാടിലൊക്കെയാണ് കുറേ എല്ലാം ആന വല്ലതും ഉണ്ടോ എന്ന് അറിയത്തുമില്ല. ഇങ്ങനെ ഫോൺ പിടിച്ചോണ്ട് അപ്പോൾ ബ്ലോഗ് ചെയ്യുമ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ ശരി എന്നാൽ ഗൈസ്, നമ്മള് റൂം എടുത്തു പൂപ്പാറയില്. അപ്പോൾ ചെറിയൊരു റൂം 600 രൂപ വാടക, ചെറിയൊരു ബാത്റൂം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നല്ല റൂം. പൂപ്പാറാണ്. രാവിലെ 10 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്യും. നമ്മൾ പോകുന്ന നേരെ മൂന്നാറ് പോകുന്നത് വട്ടവട സന്ദർശിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാർ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ മേടിക്കാനും പറക്കാനും ഒക്കെ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മൂന്നാറിൽ പോകുന്നുണ്ട്. മറയൂര്, കാന്തനല്ലൂര്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ വീഡിയോ നമുക്ക് കുറച്ച് ദിവസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി എന്നാൽ. ഹായ്, നമസ്കാരം. രാജീഷ് കുറിഞ്ഞ ബ്ലോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. കുറച്ച് ദിവസമായി നമ്മൾ മൂന്നാറിൻ്റെ ട്രിപ്പിൻ്റെ ബ്ലോഗാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും തെറ്റിദ്ധരിക്കേണ്ട. ഒരു കയ്യിൽ ഫോണ്, മറ്റേ കയ്യിൽ ആക്സിലേറ്റർ, അങ്ങനെയാണ് നമ്മൾ ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് വേറെ ആരും ഇല്ല വീഡിയോ എടുത്ത് തരാനോ. നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ എല്ലാവരും തുറന്ന് വീഡിയോയിലേക്ക് പോവുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പോൾ ശരി എന്നാൽ. ഈ റോഡ് പുതിയതായിട്ട് നിർമ്മിച്ച മൂന്നാർ ഗ്യാപ്പ് റോഡാണ്. അപ്പോൾ ഇവിടെ അരിക്കൊമ്പൻ്റെ സ്ഥിരമായ ഒരു വാസസ്ഥലമായിരുന്നു. അരിക്കൊമ്പനെ എല്ലാവരും കൂടി പിടിച്ചുകൊണ്ട് പോയി തമിഴ്നാട്ടിൽ കൊണ്ടിട്ട്. അതോടുകൂടി ഇവിടെ ശല്യം പോയി. അപ്പോൾ കൊച്ചു വീഡിയോ ആണ് ഗായ്സ്. പൂപ്പാറയിൽ രാവിലെ 7 മണിയായപ്പോൾ നല്ല ഭംഗിയാണ്. കാരണം അപ്പുറത്തോട്ട് സൈഡിലോട്ട് പോകുന്ന കമ്പം, തേനി, അങ്ങോട്ടുള്ള ഭാഗങ്ങളാണ്. ഇങ്ങോട്ട് തിരിച്ച് മൂന്നാർ. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. ഇപ്പോൾ നിങ്ങളെ വണ്ടി നിർത്തി നമുക്ക് കാണിച്ചു തരണമെന്നൊരു പറയുമായിരുന്നു. അപ്പോൾ ഞാൻ മാത്രമല്ല, ഞങ്ങൾ 8 ബൈക്കിലാണ്, 16 പേര്. അപ്പോൾ ഒരാൾ ഓട്ടോയിൽ. ഞങ്ങൾ കൂട്ടം കൂടിയാണ് പൂപ്പാറ വന്നിരുന്നത്. അപ്പോൾ നേരത്തെ ഒരു വീഡിയോ നമ്മൾ അവരെ ഇട്ടിട്ടുണ്ടായിരുന്നു, വെള്ളച്ചാട്ടത്തിൻ്റെ. അവരും ഉണ്ടായിരുന്നു. അപ്പം അവർ ഫ്രണ്ടിൽ പോയി, ഞാൻ മാത്രം പുറയില്ല. കാരണം നമുക്ക് ബ്ലോഗ് ചെയ്യണമല്ലോ, അതുകൊണ്ട് മാത്രം. തികച്ചും തേയിലത്തോട്ടത്താൽ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് പൂപ്പാറ എന്ന് പറയുന്ന ഈ കൊച്ചു സ്ഥലം. സത്യം പറഞ്ഞാൽ ഒരു നീലഗിരി, ഊട്ടി ഒരു ചെറിയൊരു നമുക്കൊരു അനുഭവം പോലെ തോന്നുന്നുണ്ട്. കാരണം അതുപോലത്തെ ഒരു വഴിയും ഒരു തമിഴിൻ്റെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. ഗൈസ്, ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഇടയ്ക്ക് വണ്ടിയുടെ ഒരു കടകടകടാന്നൊരു സൗണ്ട്. അപ്പം എല്ലാവരും മാക്സിമം ക്ഷമിക്കുക. ആ വണ്ടിയുടെ സൈലൻസർ ചെറുതായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലായിടത്തും നിർത്തിയാണ് എടുക്കുന്ന വീഡിയോ. നമ്മൾ 2-3 ദിവസമായിട്ട് ഇപ്പോൾ സബ്സ്ക്രൈബർ ഇപ്പോൾ വിളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിളിക്കുന്ന എന്തായാലും നമ്മളെ പരിചയപ്പെടാനും നമ്മുടെ സൗണ്ടൊക്കെ കേൾക്കാനൊക്കെ. അപ്പോൾ എല്ലാവരും രാത്രി 9 മണിക്ക് ശേഷം വിളിക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരുന്നു. മക്കളെ, പോകുന്ന വഴിക്ക് എടുത്താണ് ഏലച്ചെടി. ഏലച്ചെടി ആരും കണ്ടില്ലെന്ന് പറയുന്നത്. ഇതാണ് ഏലച്ചെടി. ഏലക്ക കണ്ട പൂത്ത് നിൽക്കുന്നുണ്ട്. എന്ത് പറഞ്ഞു കായ് ഏലച്ചെടി കാര്യങ്ങൾ പെർമിഷൻ. എന്തുമാത്രം ഏലച്ചെടിയാണ് പൂത്ത് നിൽക്കുന്നത്. അപ്പോൾ ഏലച്ചെടിയെ പറ്റി നമുക്കൊന്നും വലിയായിട്ടൊരു അറിവോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. അറിയാവുന്നവർ കമന്റ് തരുമോ? എന്തൊക്കെ ട്രാഫിക്. ഗായ്സ്, ഇത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ തൊഴിലാളികളെ എത്തിക്കാൻ കൊണ്ടിരുന്ന ഒരു ചെറിയൊരു വാഹനമാണിത്. അപ്പോൾ ഇത് പോകുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ പോകുന്ന കണ്ടിട്ടുണ്ട്. ദേ കിടക്കുന്നത് നമ്മുടെ മയിൽ വാഹനം. നമ്മുടെ TVSൻ്റെ എൻഡോർക്കിൻ്റെ സൂപ്പർ ഒരു വണ്ടിയാണ്. ഒരു രക്ഷയില്ല.
അപ്പോൾ ഭാവിയിൽ നമുക്ക് ഒരു ഓട്ടോറിക്ഷ ആക്കിയാലോ എന്നുള്ളൊരു ആലോചന നമുക്കുണ്ട്. കാരണം എവിടെയും എത്തിപ്പെട്ടാൻ പറ്റുന്നില്ല. കാരണം റൂം 1000, 1500, 600 ആ റേഞ്ചിലാണ് നമുക്ക് റൂമിൻ്റെ ചാർജ്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷയാകുമ്പോൾ നമുക്ക് റോഡിൽ ടെൻ്റ് അടിക്കുകയോ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയോ അത്രയും നമുക്ക് ചിലവ് വരുന്നില്ല. അതാണ് ഞാനിപ്പോൾ ആലോചനയുണ്ട്. ഭാവിയിൽ നമ്മൾ ഓട്ടോറിക്ഷ ആക്കിയാൽ ഈ 3 ട്രിപ്പിൽ എനിക്ക് യാത്രാ ചെലവും ഭക്ഷണവും റൂമെടുത്ത എല്ലാം കൂടെ ചേർത്ത് 4000 രൂപയായി പെട്രോൾ സഹിതം നമുക്ക് യാത്രയിൽ ചിലവ് വന്നിരിക്കുന്നു. അപ്പോൾ ഇതുവരെയായിട്ട് ഞാൻ ആരോടും കണക്ക് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരെയും അറിയിച്ചെന്നുള്ള ഏലത്തിൻ്റെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയപ്പോൾ അതിൻ്റെ ഉടമസ്ഥനോ മറ്റു കാര്യങ്ങളൊന്നും കണ്ടില്ല. കാരണം അവരുണ്ടെങ്കിൽ നമുക്ക് കയറി എടുക്കാം. അത് കാണാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കയറി എടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി. കാരണം ഉടമസ്ഥൻ വന്നിട്ടുണ്ടെങ്കിൽ ഏലം പറിക്കാൻ വന്ന കള്ളനാന്ന് പറഞ്ഞുകൊണ്ട് അവർ തൊഴിലാളികളെ കൊണ്ട് നമ്മളെ ഓടിക്കും. അവരാരും ഇല്ല. ആ സമയത്ത് അവിടെ ആരും കണ്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് തീർച്ചയായിട്ടും നമ്മൾ ചോദിച്ചിട്ട് ഏലത്തിൻ്റെ വീഡിയോ എടുക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ ആരും കണ്ടില്ല, അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തത്. ആനയിറങ്കൽ ഡാമിൻ്റെ അവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. നല്ല ഏലക്കായും നല്ല സൂപ്പർ ഒരു ചായ. ആ ചായ കുടിച്ചപ്പോൾ ഉണ്ടല്ലോ കിളി പോയി. അതാണ് ചായ.